എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് കേരള തമിഴ്നാട് ബോർഡറായ കമ്പംമേട്ടിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിൽ, ആ കാണുന്നത് നമ്മുടെ കേരളം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര തമിഴ്നാട്ടിലേക്കാണ്. നാട്ടുകോഴി ബിരിയാണി കഴിക്കാൻ. അതെ അതെ, അതാണ് ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം. പുത്തിട്ടുള്ളതിൻ്റെ തമിഴ്നാട്ടിലെ കാഴ്ചകളേക്ക് എല്ലാവർക്കും സ്വാഗതം. മെയിൻ ഡ്രൈവർ വണ്ടി ഓടിക്കാൻ റെഡി ആയിട്ടിരിക്കുക. വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തോ? നമുക്ക് പോയി കയറാം. അച്ചമ്മയാണല്ലേ നേരത്തെ തന്നെ കയറിയിരിക്കുക. അച്ചമ്മയ്ക്ക് ക്ലാസ് താക്കത്തില്ല, അതാ ഒരു വിഷമം. ചുരുളി ഫാൾസ് വേണേ പോകാം കേട്ടോ, കമ്പത്തുനിന്ന് കുറച്ചേ ഉള്ളൂ. കുഞ്ഞിക്കിളി പറഞ്ഞിട്ടുണ്ട് അവിടെ പോകണമെന്ന്. കുഞ്ഞിക്കിളി ഏതെങ്കിലും ഒരു വാട്ടർഫോൾസ് മുക്കിയെടുക്കണം. അതെ അതെ, ഇവിടെ കുറച്ച് വഴിയെല്ലാം പോയി കിടക്കാൻ തോന്നുന്നു. കുറച്ച് വഴി മോശമാണ്. ഇത് പണ്ടത്തെ തണ്ണിവളമാണ് കേട്ടോ. ഇതിലെ കയറി ഇത് അവിടെ ഒരു ചെറിയൊരു ഓലി ഉണ്ടായിരുന്നു. ആ ഓലിന്ന് അതെ, അവിടുന്ന് വണ്ടിയൊക്കെ ഒത്തിരി പണ്ട് കാലത്ത് വണ്ടി ചൂടായി വരുമ്പം തണുപ്പിക്കാനൊക്കെ നിർത്തുന്ന സ്ഥലമായിരുന്നു. അന്നൊക്കെ ജീപ്പല്ലേ ഉള്ളൂ. ഇവിടെ വഴി കുറച്ച് വളരെ മോശമായി, മൊത്തം പോയി കിടക്കുക. ഈയിടത്തെ മഴയത്ത് പോയതായിരിക്കും. നമ്മുടെ 0066 ഒരു വണ്ടി ഉണ്ടോ, കാറിൻ്റെ നമ്പർ ഉണ്ടോ? കണ്ടിട്ടുണ്ട്. ഇതെല്ലാം തമിഴ്നാട്ടിൽ നിന്ന് ബിൽഡിംഗ് മെറ്റീരിയലുമായിട്ട് വരുന്ന വണ്ടികളാണ്. അപ്പോൾ ഇതുപോലെ 18 ഹെയർ പിൻ ബെൻഡ് ഇറങ്ങിയാണ് നമുക്ക് താഴേക്ക് അടിവാരത്തേക്ക് പോകണ്ടേ. കുഞ്ഞിക്കിളി ചോദിക്കണേ, ഇവിടെ കടുവ ഉണ്ടോ? ഇവിടെ കടുവയുടെ പടം വെച്ചിട്ടുണ്ടല്ലോ. കടുവൊക്കെ കാണും ചിലപ്പം. നമ്മൾ വനത്തിൽ കൂടാണോ അന്നേരം പോകുന്നത്? വനമാ. പണ്ട് ഞങ്ങളൊക്കെ ആദ്യം ഞാൻ ജീപ്പും കൊണ്ടൊക്കെ വരുന്ന കാലത്ത് ഇവിടെ എല്ലാം ഒരു കല്ലേന്ന് ഒരു കല്ലേ കൂടെ കയറി വേണം പോകാൻ. ജീപ്പ് മാത്രമേ അന്നത്തെ കാലത്ത് വരുള്ളൂ. സ്റ്റാലിനൊക്കെ വരും അന്ന് ഉണ്ടെങ്കിൽ. ജീപ്പ് മാത്രമല്ലേ ഉള്ളൂ. പിന്നെ കാളവണ്ടിക്കാണ് ഈ കമ്പത്തു നിന്നൊക്കെ പലചരക്കും അങ്ങനെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. കാളവണ്ടി അതിങ്ങനെ ലൈനായിട്ട് കുറേ കാളവണ്ടികൾ കാണും. ലോഡും കൊണ്ട് കയറി വരുന്ന കാണാൻ നല്ല രസമല്ലേ കാണാൻ. പിന്നെ ഈ നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് ഓരോ സാധനങ്ങളൊക്കെ അവർ കൊണ്ടുവന്ന കഴുതപ്പുറത്തും കാളവണ്ടിയിലും കാളയുടെ പുറത്തും ഒക്കെ ആയിട്ടൊക്കെ ആയിരുന്നു അന്ന്. ഇത് 17ാമത്തെ വളവാണ്. ഇന്നിപ്പോൾ കാളവണ്ടിയൊക്കെ കാണാനേ ഇല്ല. കാളവണ്ടി ഉണ്ട് തമിഴ്നാട്ടിലും പിന്നെ വേറെ സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ കാണും. പക്ഷെ വളരെ കുറവല്ലേ, ചരക്ക് കൊണ്ടുവന്നൊക്കെ വളരെ കുറവാണ്. അതെ, ഇപ്പൊ കൃഷിക്കായിട്ടൊക്കെ മാത്രമേ കാണുള്ളൂ, നില ഉഴാനൊക്കെ. നമുക്ക് ഈ അന്യാർത്തുള്ളി ഹോട്ടൽ ഉണ്ടായിരുന്ന സമയത്തൊക്കെ പലചരക്ക് എടുക്കാനൊക്കെ കമ്പത്തിനാണ് പോകുന്നത്. അത് തന്നെ അതുപോലെ തന്നെ അവിടെ നിന്നൊക്കെ അന്നത്തെ കാലത്ത് ഈ നമ്മുടെ കാളവണ്ടി ഉണ്ടാക്കാനുള്ള വീലുണ്ടാക്കാനുള്ള തടി കേരളത്തിൽ നിന്നായിരുന്നു പോകുന്നത്. ഇതൊക്കെ അതൊക്കെ ചുമന്നുകൊണ്ട് പോകുന്നവരും ഉണ്ടായിരുന്നു. പിന്നെ കഴുതപ്പുറത്തൊക്കെ കൊണ്ടുപോകായിരുന്നു. ഇവിടുന്ന് ചുമന്നുകൊണ്ട് പോകുമായിരുന്നു. വാഹന സൗകര്യങ്ങളില്ലല്ലോ. നമ്മളിപ്പം കമ്പംമെട്ടിൽ നിന്ന് കമ്പത്തിന് പോകുന്ന റൂട്ടിലാണ് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുന്നത്. പണ്ടൊന്നും ഇതുപോലെ വലിയ മരങ്ങളൊന്നും ഇവിടെ വനമായിരുന്നാലും ഈ കുറ്റിച്ചെടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ വെള്ളക്ഷാമമായിരുന്നു, ഭയങ്കരമായിട്ട് വെള്ളത്തിന് ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ ഇഷ്ടം പോലെ മഴയൊക്കെ ആയതുകൊണ്ട് ഇത് വലിയ മരങ്ങളൊക്കെ ആയി. ഇപ്പൊ കേരളത്തിലെ വനം പോലെ തന്നെ ഇവിടെ. അതെ. കമ്പം 11 കിലോമീറ്റർ, കമ്പംമെട്ട് 13 കിലോമീറ്ററാണ്. 13 കിലോമീറ്ററും 17 ഹെയർ പിൻ ബെൻഡും. 18 ഹെയർ പിൻ ബെൻഡ്. 8 കിലോമീറ്ററാണ് ഈ കയറ്റം ഉള്ളത്. ആ 8 കിലോമീറ്ററിനകത്താണ് ഈ 18 ഹെയർ പിൻ ബെൻഡ് ഉള്ളത്. അയ്യപ്പന്മാരെ ഇതിലെ കയറ്റി വിടുന്നുണ്ട്. കുമളി വഴി കയറ്റി വിടാതെ ഇതിലെ കയറ്റി വിടുന്നുണ്ട്. ഇതിലെ വന്നിട്ട് ഇനിയും കട്ടപ്പനയൊക്കെ കൂടി വേണം ഇവർക്ക് പോകാൻ. അയ്യോ, അതിലേ പോകുന്നല്ലേ ഇവർക്ക് എളുപ്പം. ആ സീസണിൽ ഇപ്പൊ എങ്ങനെ ഒരു സൈഡിലേക്ക് ഇതിലെ കയറ്റി വിടും. അതുകൊണ്ടല്ലേ ഈ വണ്ടിയൊക്കെ ഇതിലെ വരുന്നത്. തിരിച്ചിറങ്ങി പോകുന്നവര് കുമളി വഴി ഇറങ്ങിപ്പോകും. ഇവിടെ ഒരു ചെറിയൊരു ക്ഷേത്രമുണ്ട്. നെടുങ്കണ്ടം കമ്പമൊക്കെ ഓടുന്ന വണ്ടിയാണ് ബസ്. ഇതൊക്കെ എത്ര പേരായിരിക്കുന്നതെന്ന് പേര് നോക്കുകയാണല്ലോ. ഈ വഴിയെല്ലാം പോയല്ലോ, മൊത്തം മോശം കിടക്കാം. കാര്യം ഇവിടെ നല്ലപോലെ കിടന്നിരുന്ന വഴിയായത്. ഇപ്പം ഈ കുറച്ച് നാളായി ഇങ്ങനെ വഴി മോശമായിട്ട്. ഇതിപ്പോഴേ ഈ സീസൺ ആകുന്ന സമയത്തല്ലേ ഇവിടെ എല്ലാം ഒന്ന് തെളിച്ച് ഈ കുറേ വഴിയിലോട്ട് നിൽക്കുന്ന കാടൊക്കെ വെട്ടിക്കളയാണെങ്കിൽ നല്ല കമ്പൊക്കെ. ഇവിടെ തമിഴ്നാട് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ റോഡ് സൈഡിൽ ഒരു കല്ല് വെളിയിലോട്ട് തള്ളി ഇരിപ്പുണ്ടെങ്കിൽ അത് എടുത്ത് കളയാൻ പറ്റിയല്ല. അന്നേരം ഇനി സൈഡ് വെട്ടിത്തെളിക്കാൻ പോകുന്നത്. ഇതിലെപ്പോഴേ നല്ല വണ്ടിത്തിരക്കുമായി. പക്ഷെ അതിനനുസരിച്ച് വഴിക്ക് വീതിയില്ല. ഇത് ഒരു കാലത്ത് തൊട്ട് വീതി കൂട്ടാൻ പറ്റുമെന്നും തോന്നുന്നില്ല, വനമായോണ്ട്. ഈ വളവൊക്കെ പണ്ടേ, ഈ വളവല്ല, ഈ വഴി വരുന്ന ഓരോ വളവും നമുക്ക് കാണാപ്പാടമായിരുന്നു. വളവെന്നല്ല, മൊത്തം കണ്ണ് കെട്ടി വിട്ടാ പോവായിരുന്നു. അതെ, ഇവിടെ ഒരു കല്ലേന്ന് ഒരു കല്ലേ കൂടെ
ജീപ്പും കൊണ്ടേ ലോഡും കൊണ്ട് കയറി വരുന്നത്. അതുകൊണ്ട് എല്ലായിടവും കാണാപ്പാടമായിരുന്നു. ആഴ്ചയിൽ എത്ര പ്രാവശ്യം വരുമായിരുന്നു? ആ മിക്കവാറും വരും. ഇന്ന് എത്രയെന്നൊന്നും പറയാൻ പറ്റില്ല. എത്ര പേരാ വഴിയിലിരിക്കുന്നതെന്ന് നോക്കിയേ. എല്ലാവരും എന്താ ഉള്ളതെന്ന് എന്തോ ആരോ ഇട്ട് കൊടുത്തു, അതാ എല്ലാവരും ഇവിടെ കഴിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. ഇതെല്ലാം പലചരക്കിലോടൊക്കെ ആയിരിക്കും. നെടുങ്കണ്ടമൊക്കെ പോകുന്ന വണ്ടികളാണ്. കമ്പം 9 കിലോമീറ്റർ. അപ്പോൾ ഇത് കണ്ടോ, ഒരു ആല് കണ്ടോ, അടിപൊളി ഒരു ആൽമരമാണ്. ആ രാവിലെ ഓട്ടം പോവാണോ? അരുണാചല ട്രിപ്പ്. ഓട്ടം പോവാണോ കമ്പത്തിന്? ഞങ്ങളിപ്പോ കമ്പൊക്കെ ഒന്ന് കറങ്ങാൻ വേണ്ടി പുത്തൂരിന്റെ അവിടെ മറയൂര് നിന്നിട്ട് ഞാൻ ഫോട്ടോ എടുത്തായിരുന്നു. 5 ഫോട്ടോ എന്നേ പഠിത്തമുണ്ടായിരുന്നോ കുഞ്ഞുങ്ങൾക്ക്? ലീവ് എടുത്തു. 2 ദിവസം ഞങ്ങള് അവധി എടുത്ത. നാട്ടുകോഴി ബിരിയാണി ഇട്ടാ മതി. എനിക്ക് സ്കൂളിൽ കുഞ്ഞുങ്ങൾക്ക് എന്നാ പറഞ്ഞാലും ബിരിയാണി ഒരു മടുപ്പില്ല ഇത്രയും കഴിച്ചത്. അതെ, രാജേഷ് പറഞ്ഞേന്നോ, ആ സൂര്യ ഗർഭിണിയായിരുന്നപ്പോ ഒരു ബിരിയാണി മേടിച്ചു കൊടുക്കാനാണ്ട് പറഞ്ഞായിരുന്നു. അന്നേരം ബിരിയാണി മേടിച്ചു കൊടുക്കാൻ ഒത്തില്ലെന്ന് എന്തോ കാരണത്താൽ നടന്നില്ല. അതുകൊണ്ടാണ് കുഞ്ഞിക്കിളിക്ക് ബിരിയാണി ഇഷ്ടമെന്ന് തോന്നുന്നു. ശരി, അത് ഇന്നലെ ഇങ്ങോട്ട് വന്നപ്പോ പറഞ്ഞല്ലേ? നേരത്തെ പറയണ്ടേ, നമ്മളറിഞ്ഞില്ലല്ലോ. നമ്മളറിഞ്ഞില്ല, ഞങ്ങളതിൽ മേടിച്ചു കൊടുത്തേനെ. അതെ, അതെന്നാ ചുമ്മാ ഒരു ബിരിയാണി പോരാ, ഒരു കടയിലെ ബിരിയാണി. ഓ അവിടുത്തെ കടയിലെ ആ ഒരു കടയിലെ മാത്രം വേണം. കുഞ്ഞിക്കിളി ഏതായാലും കടയിലെ ബിരിയാണി ആണെങ്കിലും. ശരിക്കും ഇതൊരു വ്യൂ പോയിന്റാ. ഇത് എവിടെ നിന്ന് നോക്കിയാൽ കമ്പം നല്ലപോലെ കാണാം. പക്ഷെ ഇപ്പം ചെറിയ മൂടലായതുകൊണ്ട് നല്ലപോലെ കിട്ടുന്നില്ല. ഈ വളവിനെല്ലാം ശ്രദ്ധിച്ചിറങ്ങി പോകണം. വലിയ വണ്ടി കയറി വരുന്നുണ്ട്, 2 വണ്ടി പാസ് ചെയ്ത് പോകത്തില്ല. ഇത് കട്ടപ്പന കമ്പം ഓടുന്ന KSRTC ആണ്. ഇഷ്ടംപോലെ ബസ്സുണ്ട്. ഇപ്പം അന്യാർത്തല വഴിയാണ് വരുന്നത് കേട്ടോ. എല്ലാം ഇതുപോലുള്ള നല്ല വളവുകളാണ്. ഈ 18 എണ്ണവും. നമ്മളെന്നാ ഇതുവഴി കല്ലും കൊണ്ട് വന്നല്ലേ? മാനിന് കല്ലെടുത്തോണ്ട് വന്നല്ലേ തേനി. പിന്നെ ഒരു പ്രാവശ്യം ഇതുവഴി ലോറിയും കൊണ്ട് വന്നിട്ടുണ്ട്. 66 കൊണ്ടും വന്നു. നമ്മളെ കമ്പംമേട്ട് നിൽക്കുമ്പോൾ അവിടെ നല്ല തണുപ്പായിരുന്നു. അപ്പൊ ഇങ്ങനെ താഴേക്ക് ഇറങ്ങും തോറും തണുപ്പ് കുറഞ്ഞ് ചൂടായി വരുന്നുണ്ട്. ഇതുണ്ടോ കല്ലിരിക്കുന്നുണ്ടോ? ആ ഓരോ കല്ല് ഒരു ഇതുണ്ട്. അവിടെ ഒക്കെ ഉണ്ടോ? ശരിക്കും ഈ കല്ലൊക്കെ കുറച്ച് പൊട്ടിച്ച് മാറ്റി ഇവിടെ ഇച്ചിരി വീതി കിട്ടും. ഇവിടെ ഒക്കെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് ഇത്. 2 വലിയ വണ്ടി വന്നാൽ പോകത്തില്ല. മെയിൻ റോഡ് കറക്കി കറക്കി. ഇത് 5ാമത്തെ ഹെയർ പിൻ ബെൻഡ. 18ൽ 5. വാഴക്കൊലയും കൊണ്ട് വരുന്നുണ്ട് ലോറികള്. എത്ത വാഴക്കൊലയാണല്ലോ മുകളിലിരിക്കുന്നത്. ഉണ്ടോ? ഞാൻ ആദ്യമായിട്ട് ഇതുവഴി വരുന്ന ഒരു 4 5 അങ്ങാണ്ട് പഠിക്കുമ്പോൾ, 5 തോന്നുന്നു. കുഞ്ഞിക്കിളിയുടെ അത്ര ഉള്ളപ്പോ അല്ലേ? അതെ, കുഞ്ഞിക്കിളിയുടെ അത്രയും തന്നെ പൊക്കമില്ല എനിക്കന്ന്. അന്ന് ഈ കമ്പത്ത് വന്നിട്ട് കമ്പംമെട്ടി വന്നിട്ട് ഒരു ലോറിയെ കയറിയാണ് കമ്പത്തിന് പോകുന്നത് ആദ്യമായിട്ട്. ഞാനും പപ്പായും അമ്മച്ചിയും പിന്നെ സിറ്റി പപ്പ ഉണ്ടായിരുന്നു തോന്നല്ലേ? ഞങ്ങൾ അന്യാർത്തോളി താമസിക്കുമ്പോ ചേട്ടായിയുടെ പപ്പായെ ഞാൻ വിളിച്ചുകൊണ്ടിരുന്നത് സിറ്റി പപ്പാന്നിരുന്നു. എന്ന് വെച്ചാൽ പപ്പായ്ക്ക് സിറ്റി കടയാണല്ലോ, എപ്പോഴും ഹോട്ടലായിരുന്നല്ലോ. അവിടെ സിറ്റിയിൽ താമസിക്കുന്ന പപ്പ സിറ്റി പപ്പ. ഇന്നോച്ചെന്ന് പറയുന്ന പോലെ. അന്ന് ഞാനും ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നേ. ഇവിടുന്ന് അന്ന് കമ്പംമട്ടി വന്നിട്ട് ലോറികളൊക്കെ ഉണ്ടല്ലോ, അല്ല ലോറിയോ അല്ല ട്രിപ്പ് ജീപ്പിലൊക്കെയാ അന്ന്. അത് അപ്പൊ ഞാൻ പറഞ്ഞ വഴി മോശമുള്ള സമയം അതിന് ഒത്തിരി കുറയില്ല കേട്ടോ. അപ്പൊ ഒരു ടാറ്റയുടെ മറ്റേ SC ലോറി ഉണ്ടല്ലോ, മറ്റേ ഇവിടെ ഉള്ള ഈ കമ്പ സൈഡില് ചിന്നമന്നൂർ സൈഡിൽ ബോഡി കെട്ടുന്ന ഒരു ടൈപ്പ് വണ്ടിയുണ്ട്. ലോറി ഒന്നും ഏതാണെന്ന് ഞാൻ അറിയുന്നത്, ലോറിക്കാന്നുള്ള ഒരു ഓർമ്മയേ ഉള്ളൂ. ആ വണ്ടിയില് കയറി കമ്പംമട്ടിയിൽ നിന്ന് കയറി കമ്പത്തിറങ്ങി. അതുപോലെ ഒരു പ്രാവശ്യമേ ഇവിടെ അന്യാർത്തോളി വന്നിട്ട് ജീപ്പിന് സാധനം എടുക്കാൻ വന്നു. നമ്മൾ ഈ കമ്പത്തിന് വന്നു. അന്നേരം ഇതുപോലെ കുറെ പച്ചക്കടല മേടിച്ചു തന്നു പപ്പ, അന്ന് സിറ്റി പപ്പായ. ഞാൻ അന്ന് ആദ്യമായിട്ടാ ഈ പച്ചക്കടല കഴിക്കുന്നേ. മേടിച്ച് ഈ പാവ അന്ന് ഞാനൊരു മിഡിയും ടോപ്പ് ഇട്ടിരുന്നേ. ഈ മിടിക്കകത്ത് ഇങ്ങനെ ഇവിടെയോട്ട് ഇട്ട് വന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, കഴിച്ചുകൊണ്ടൊക്കെ വന്നേ. നിലക്കടല ഞാൻ കാണുന്നതാണ്. ഇല്ലായിരുന്നല്ലോ. ഇല്ലായിരുന്നു. ആശുപത്രി പോയ. അതെ, അതുകൊണ്ട് വീഡിയോ ഇല്ലായിരുന്നു. എവിടെ പോയി? ഇപ്പൊ കമ്പത്തിന് പോകണം. എനിക്കൊരു ഫാം ഉണ്ട്. എവിടെ? തന്നെ. ഓക്കെ. പേരെന്നാ? പേര് മജേഷ്.
ഇത് ലാസ്റ്റ് ഹെയർപിൻ ബെൻഡാണ്. മോളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ലാസ്റ്റത്തെയും തമിഴ്നാട്ടിൽ നിന്ന് കയറി പോകുമ്പോൾ ആദ്യത്തെയുമാണ്. അപ്പോഴേ ഇതൊരു പ്രത്യേക സ്പെഷ്യൽ ആളാണ്. ഇങ്ങനെ ഇത് ഞാൻ അന്യാർതുളയിൽ ടാക്സി ഓടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് വണ്ടി ഉണ്ടായിരുന്നുള്ളൂ അന്യാർതുളയിൽ. അപ്പോൾ അതിലൊരാളാണ് അത്. കനീബാന്ന് പേര്, കനീന്ന് വിളിക്കും. താടിയൊക്കെ അങ്ങ് വേണം. അതുപോലെ പിന്നെ നിങ്ങളുടെ കല്യാണം തൊട്ട് ഇതെല്ലാം നമ്മുടെ ഭയങ്കര ഓർമ്മയിലുള്ള അല്ലേ? ആണോ? എവിടെ പോയി ഇതൊക്കെ പറഞ്ഞാലും ആണോ? വൈകിടാൻ വേണ്ടി പോവാണോ? ഞങ്ങളിപ്പോ ഇങ്ങനെ കറങ്ങാൻ തുടങ്ങിയതാ. ഞാൻ ഇന്നലെ അവിടെ വന്നപ്പം അവിടെ ഇല്ലായിരുന്നല്ലോ. അമ്മയുണ്ട് ഇതിനകത്ത്. ആ അമ്മയുണ്ട് കേട്ടോ ഇതിനകത്ത്. ആ അമ്മയുണ്ട്. അമ്മക്ക് മനസ്സിലായില്ലേ ആളാരാണ്? ചേട്ടാ അച്ഛമ്മ പകുതി ആൾക്കാരെ മറന്നുപോയി കേട്ടോ. അതെന്നാന്നറിയോ, അമ്മ ഇത് ഇവിടുന്ന് പോയിട്ട് പിന്നെ ഇങ്ങോട്ട് അങ്ങനെ വന്നിട്ടില്ലല്ലോ. അതുകൊണ്ടാ അമ്മയ്ക്ക്. ഞങ്ങൾ മിക്കവാറും വരുന്നുണ്ടല്ലോ. ഇത് കനിയണ്ണന്റെ ഒരു ഫാമിലി റിലേഷനാ. അപ്പൊ എന്നാ ശരി, കാണാം. ഇടയ്ക്ക് ഒരു ദിവസം കൊണ്ട് വരുന്നുണ്ട് അന്യാർതുള്ളിൽ. അന്നേരം കാണാം. അതെ, നമ്മളെ മലയെല്ലാം ഇറങ്ങി താഴെ അടിവാരത്ത് വന്നത് കാളവണ്ടിയൊക്കെ കാണാൻ തുടങ്ങി. കണ്ടോ? കമ്പത്തോട്ട് ഇറങ്ങി വരുമ്പോഴേ നമ്മളെ സ്വാഗതം ചെയ്യുന്ന ഈ പുളിമരങ്ങളാ. ഇനി ഇഷ്ടംപോലെ പുളിമരങ്ങളായ നമ്മുടെ ഹൈവേയുടെ സൈഡിൽ രണ്ടും. എന്താ കുഞ്ഞിക്കിളി പുളി കാഴ്ചയെടുക്കണുണ്ടോ? വാളംപുളി എനിക്ക് കുറച്ച് പുളി. എവിടെയെങ്കിലും നിർത്തിയിട്ട് പറിക്കാം. മധുരൈ മീനാക്ഷി അമ്മൻ ടെമ്പിൾ 122 കിലോമീറ്റർ. മസ്ജിദുൽ ഹുദ കമ്പം. നീ ഇപ്പൊ എങ്ങോട്ട് നോക്കിയാലും കൃഷികളാ മൊത്തം. ഇതുകൊണ്ട് ചോളം നിൽക്കുന്നത്, കമ്പച്ചോളം. കമ്പത്തെ ചോളമാണോ? അല്ല, അതിന് കമ്പച്ചോളം എന്നാ പറയുന്നത്. അതിനാണ് എനിക്കറിയില്ല. അല്ല, അതിന് അങ്ങനെ പറയുന്നത്. ചോളം പല സൈസുണ്ട്. ഇതിനാ കമ്പച്ചോളം എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ അതിന്റെ സീസണാ ഇത്. കമ്പച്ചോളം. ഇത് അപ്പുറത്ത് വേറെ ഒരു സൈസ് ചോളം നിൽക്കുന്നത്, മണിച്ചോളമാണെന്ന് തോന്നുന്നത്. ഇതുണ്ടോ? ഇതാണ് മണിച്ചോളം. കണ്ടോ? ഇത് നല്ല രസമല്ലേ കാണാന്? നോക്കത് കഴിഞ്ഞ് അടുത്ത് പോയി ആർത്തി എടുക്കണം. അപ്പൊ മണി കാണാം. അതിനകത്ത് ഇഷ്ടം പോലെ മണിയുണ്ട്. രണ്ടുപേരെ ഈടെ ബോംബെക്ക് വിട്ടിട്ട് വല്ല കൃഷി സ്ഥലത്ത് ഇറങ്ങിയ രണ്ടുപേരും. ഞങ്ങൾ ആവശ്യമുള്ള സ്ഥലങ്ങളിലെ പോകാറില്ല, അല്ലാത്ത സ്ഥലങ്ങളിൽ ഞങ്ങൾ പോകാറില്ല. അതെ, കുഞ്ഞിക്കിളിക്ക് പുളി വേണമെന്നാണ് ഞങ്ങളുടെ ചേർത്ത് നിർത്തിട്ട് ഒരു പുളിയും കുറിച്ച്. ക്ലാസ് അതെ, എന്ത് സൗകര്യം നോക്കി. ഇത് ചെറിയ പുളിയാട്ടോ. അച്ഛമ്മ പറഞ്ഞതിന് പുളിയില്ലെന്ന്. ചാരം കഴിച്ചു നോക്കിയേ. പുളി ഉണ്ടോന്നല്ലേ? ഇവര് പിന്നെ പുളിയുടെ ആൾക്കാരാ. സൂര്യന്റെ ആയുഷും പിള്ളേരും. നമ്മള് കുമളിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ഹൈവേ മുന്നേ കാണുന്നത്. ലെഫ്റ്റിലേക്ക് പോയ തേനി, ദിണ്ടുക്കൽ, മധുരയൊക്കെ, കന്യാകുമാരി എല്ലാം ലെഫ്റ്റ്. റൈറ്റിലോട്ട് പോയ കുമളി. തേനി ലെഫ്റ്റിലേക്ക് 40 കിലോമീറ്റർ. നേരെ പോയാൽ കമ്പം 1 കിലോമീറ്റർ. ഇത് കമ്പം ബൈപ്പാസാ. അപ്പം നമുക്കേ കമ്പത്തോടെ ടൗണിൽ കൂടെ കയറി പോവാം. ഒരു കമ്പമേ ഉള്ളൂ. മേലിത്തൊട്ട് പറയുന്ന കമ്പം അതാ കുഞ്ഞിക്കിളി ചോദിച്ചു എത്ര കമ്പം ഉണ്ടെന്ന്. സുരുളി ഫോൾസ് പോകണമെങ്കിൽ നമുക്ക് നേരെ പോയി കേക്കപ്പെട്ടിയൊക്കെ പോയി പോകാം. കുറച്ച് ദൂരം ഉണ്ട്. ഇതൊക്കെ അരികിരിക്കുന്നുണ്ടോ? പിന്നെ വലിയ കരിക്കല്ലേ? പണ്ട് സെയിൽ ടാക്സ് ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നപ്പോൾ തമിഴ്നാട്ടിലെ ചെക്ക് പോസ്റ്റ് ഇവിടെ ആയിരുന്നു. തൊട്ട് പുറയില് പോലീസ് ചെക്ക് പോസ്റ്റും ആയിരുന്നു. അപ്പം അതൊന്നുമില്ല. GST വന്നതോടുകൂടി ചെക്ക് പോസ്റ്റുകളെല്ലാം എടുത്ത് കളഞ്ഞു. നമ്മുടെ ഈ തമിഴ്നാടിൻ്റെ ഈ ഒരു സൈഡ് ഈ കമ്പമാണ്. കുമളിയും കമ്പംമെട്ടും ഒക്കെ ആയിട്ട് കേരളത്തോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ടൗണ്. പണ്ടേ ഞാൻ പറഞ്ഞിട്ടില്ലേ, ലോറിയെ പോകണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. ഈ കമ്പത്തിന് ജീപ്പും കൊണ്ട് പലചരക്ക് എടുക്കാനും അരി എടുക്കാനൊക്കെ വരും. അന്നേരം ഈ അരി ഗോഡൗണിലൊക്കെ ചെല്ലുമ്പോൾ ഇവിടുത്തെ ലോറികൾ ഇങ്ങനെ ലോഡും കൊണ്ട് വന്ന് അവിടെ വണ്ടിയൊക്കെ കിടക്കുന്നത് കാണാം. അപ്പം ആ വണ്ടിയിൽ കിളിയായിട്ട് പോകണമെന്നായിരുന്നു ആഗ്രഹം. അതെ, കിളിയാകാൻ പറ്റിയില്ലല്ലേ? കുഞ്ഞിക്കിളി അല്ല കിളി. ഇന്നോവച്ച പോയിട്ട് ഡ്രൈവറായിട്ട് അച്ഛ കിളിയാക്കി. കേട്ടോ? അപ്പൊ ഈ കിളിയാകാൻ എന്നാന്ന് വെച്ചാൽ അതൊന്നും ഓടിക്കാൻ പറ്റും. അന്ന് പവർ സ്റ്റിയറിംഗ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഈ ഞാൻ ഇച്ചിരി സൈസും കുറവല്ലേ, അപ്പം ഇതൊന്നും ഓടിക്കാനും സ്റ്റിയറിംഗ് തിരിക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റുകയില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടായിരുന്നു. അങ്ങനെ കിളിന്ന് ആഗ്രഹിച്ചേ. ഡ്രൈവറാകാൻ തന്നെ ആയിരുന്നു ഇഷ്ടം.
സാധാ ഷെയറിംഗ് വണ്ടി ഡബിൾ ക്ലച്ച് വണ്ടി അല്ല, ഡബിൾ ക്ലച്ച് ഐലൻഡിലല്ലേ ഉള്ളൂ. ഇത് ടാറ്റയുടെ വണ്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞു. ഇവിടെ അതാ കൂടുതലുള്ള ടാറ്റയുടെ ഐസി ലോറി ഉണ്ടല്ലോ, അതിന് നാഷപ്പർമറ്റ് ആ വണ്ടി. ഈ വണ്ടിയൊക്കെ കാണുമ്പോഴേ ഇത് ഒത്തിരി അകലെ പോകുന്നതാണ് എന്നൊക്കെയാണല്ലോ. പക്ഷെ അത് കൂടുതലും തമിഴ്നാടൊക്കെ ഓടുന്ന വണ്ടിയാണ്. തമിഴ്നാട് ആന്ധ്രയൊക്കെ ഇവിടെയുള്ള വണ്ടികൾ കൂടുതൽ ഓടുന്നുള്ളൂ. അപ്പം സ്ഥലങ്ങൾ കാണുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ആഗ്രഹം. ആ കൂടെ ഡ്രൈവിങ്ങും ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഇന്നലെ കണ്ട മജിദണ്ണനില്ലേ, മജിദണ്ണന്റെ ഓട്ടോ, പുള്ളിക്ക് പലചരക്കടയായിരുന്നു അന്ന്. പുള്ളിയെ കൊണ്ടാ വരുന്നത്. അപ്പൊ പുള്ളിയുടെ ഇവിടെ ഒരു റിലേറ്റീവിന് ഇവിടെ ഈ അരി ഹോൾസെയിലൊക്കെ ചെയ്യുന്ന വണ്ടിയൊക്കെ ഉള്ളതുണ്ടായിരുന്നു. ആ വണ്ടിയുടെ പേര് അമർന്നായിരുന്നു അന്നേ. അപ്പൊ ഞാൻ മജിദണ്ണനോട് പറയും, മജിദണ്ണ എനിക്ക് എങ്ങനെയാലും ഈ ലോറി ഒന്ന് ഓടിക്കണം, ഇതായാലും കിളിയായിട്ട് എന്നെ കയറ്റി വിടാവോന്നാ ചോദിക്കുന്നേ. അപ്പൊ പുള്ളി പറയും, എടാ നിന്നെ കൊണ്ടൊന്നും ലോറി ഓടിക്കാൻ പറ്റത്തില്ല, സ്റ്റിയറിംഗ് ഒക്കെ തിരിക്കുന്നത് ചിലപ്പോൾ കാണുന്നു രണ്ടുപേരൊക്കെ കൂടിയല്ല തിരിക്കുന്നത്, നീ എങ്ങനെ തിരിക്കാന്നൊക്കെ ചോദിക്കും. അപ്പൊ ഞാൻ പറയും മാതി എന്നാ കിളിയായോ? ആ കിളിയാണ്, ഒരു ടയർ പഞ്ചറാണ്, ടയർ മാറണ്ടേ, അതിന് അത്ര എളുപ്പമാണോ ഇത്ര ലോഡും വെച്ച് ജാക്കിയൊക്കെ പൊക്കണ്ടേ എന്നൊക്കെ ചോദിക്കായിരുന്നു. ശരിക്കും വലിയ ആരോഗ്യത്തിലൊന്നും കാര്യമൊന്നുമില്ല, അതൊരു പ്രാക്ടീസ് തിരിയുന്നത്. അതെ അതെ, അത് ആരോഗ്യമല്ല, അത് നമ്മള് ഓടിച്ചു കഴിയുമ്പോ അതൊരു ബാലൻസാ, അതനുസരിച്ച് തിരിക്കുക, അത്രേ ഉള്ളൂ. മജിദണ്ണനും അതിനെ കുറിച്ച് അറിയത്തില്ല, അപ്പൊ പിന്നെ വലിയ ഓടിക്കാൻ പറ്റിയാലെന്നുള്ളതല്ലേ. മജിദണ്ണൻ ജീപ്പല്ലേ ഓടിച്ചിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ജീപ്പിന് വരുമ്പം വഴിക്ക് ആളൊക്കെ എടുത്തോണ്ട് വന്നാൽ ഇത് ഇവിടെ കൊണ്ടാ അവരെ ഇറക്കുന്നേ. ഇതിവിടെ ഈ വണ്ടിയെല്ലാം ഈ പണിക്കാരെ കൊണ്ട് വരുന്ന വണ്ടികളാട്ടോ കിടക്കുന്നതൊക്കെ കേരളത്തിലേക്ക്. അപ്പൊ ഇതാണ് കമ്പംമെട്ടിന് കയറി പോകുന്ന ജംഗ്ഷൻ. കമ്പംമെട്ടിന് പോകുന്ന ജംഗ്ഷനാ? എന്ന് പറഞ്ഞാൽ കമ്പത്തുനിന്ന് കമ്പംമെട്ടിലേക്ക് പോകുന്ന വഴിയുടെ സ്റ്റാർട്ടിങ് ഇവിടെ. അത് കുമളി ദിണ്ടുക്കൽ ഹൈവേ ആണ് ആ കാണുന്നത്. നമ്മള് ഇപ്പം വരുമ്പോ ഇതിലെ വരേണ്ട കാര്യമില്ല, എന്നുവെച്ചാൽ അപ്പുറം ബൈപ്പാസ് ആയില്ലേ. കപ്പ വറുത്തല്ലേ അത്? അതെല്ലോ കപ്പയും ചിപ്സ് ഒക്കെ എല്ലാം ഉണ്ട്. ഇവിടുന്ന് റൈറ്റിലേക്ക് പോയാൽ കുമളി, ലെഫ്റ്റിലേക്ക് പോയാൽ തേനി, ദിണ്ടുക്കൽ, മധുരയൊക്കെ പോകും. അന്ന് പണ്ട് ഇവിടെ ഈ നേരെ കാണുന്നിടത്ത് ഒരു പലചരക്ക് കട ഉണ്ടായിരുന്നു. അവിടെ നിന്നായിരുന്നു തൊളുവി കട ഉണ്ടായിരുന്നു വന്ന് പലചരക്ക് സാധനം എടുക്കുന്നത്. അപ്പൊ നമ്മള് കമ്പത്ത് നമുക്ക് KK പെട്ടി, കാവണംപെട്ടി വരെ പോയിട്ട് കാമയ കൗണ്ടൻപെട്ടി, KK പെട്ടി. ഇത് കമ്പം നോർത്ത് പോലീസ് സ്റ്റേഷനാണ്. ഈ പോലീസ് സ്റ്റേഷനിൽ ഒരു കഥ പറയാനുണ്ട്. ഇവിടുന്ന് റൈറ്റ്, ഈ റൈറ്റ് അല്ലേ? എത്ര പോലീസ് സ്റ്റേഷനിൽ കഥ പറയാനുണ്ട്? അതെ, ഇഷ്ടംപോലെ ഉണ്ട്. നിങ്ങള് പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങി നടക്കുമായിരുന്നോ? ഞങ്ങള് പോലീസ് സ്റ്റേഷനിലൊക്കെ ഇടയ്ക്ക് വരേണ്ടി വരുമല്ലോ. ശരിക്കും ചേട്ടായി എവിടെയും ഒരു കഥ എഴുതാനായിട്ട് ഉണ്ടായിരുന്നു അല്ലേ? സത്യമാട്ടോ, അതെ, സിനിമയ്ക്കുള്ള കഥ എഴുതായിരുന്നു. എനിക്ക് കഥ പറയാൻ അറിയത്തില്ല. കഥ പറയാനൊക്കെ അറിയാൻ വയ്യാഴിയൊന്നുമില്ല. അല്ല, എനിക്ക് അറിയത്തില്ല കഥ പറയാന്. എളിമ നല്ലതാ കേട്ടോ. അപ്പൊ നമ്മളിപ്പം കമ്പത്തുനിന്ന് KK പെട്ടി റൂട്ടിലാണ് പോകുന്നത്. കാമയ കൗണ്ടൻപെട്ടി എന്നാണ് പറയുന്നത്. അതാണ് KK പെട്ടി, കാമയ കൗണ്ടൻപെട്ടി. കമ്പത്തുനിന്ന് നമ്മളിപ്പോ ഇവിടുത്തെ തമിഴ്നാട്ടിലെ ഒരു ചെറിയൊരു ഗ്രാമത്തിലേക്കാണ് പോകുന്നത്. കുറെ ഗ്രാമങ്ങളിൽ കൂടെ നമ്മൾ പോകുന്നത്. എന്തോരം വാളംപുളിയാണ് കേട്ടോ. എവിടെ നോക്കിയാലും റോഡ് സൈഡിലെല്ലാം ഈ പുളിമരമാണ്. അതെ, പിന്നെ ആര്യവേപ്പും ഉണ്ടാവും. രണ്ട് സൈഡും പാടങ്ങളാണ്, നെൽപ്പാടം. കൃഷിക്കായിട്ട് നിലമെല്ലാം ഒഴുതു മറിച്ചിട്ടേക്ക. കനാലല്ലേ? കനാലാണ്. അതൊക്കെ മുല്ലപ്പെരിയാറിൽ നിന്ന് വരുന്ന വെള്ളമാണ്. കുഞ്ഞിക്കിളി അതെ അങ്ങോട്ട് നോക്കി, എന്ത് താറാവെന്നുണ്ടോ? താറാവ് കൃഷി ഉണ്ടോ? നോക്ക പാടത്തോട്ട് നോക്ക്. കണ്ടോ, അതെ എല്ലാരും ലൈനായിട്ട് നടന്നു പോകുന്നുണ്ടോ? എന്നെ രസം നോക്കി. ഇവരെ ഇതിനകത്തുനിന്ന് മുങ്ങി തപ്പി എന്തോ കഴിക്കുക. അതെ, ഇതിനകത്തൊക്കെ ഇവർക്ക് തിന്നാനുള്ള സാധനങ്ങളുണ്ടല്ലോ. കണ്ടോ കണ്ടോ, അതെ അവരെല്ലാരും ഇങ്ങോട്ട് വരുന്നു. രസമല്ലേ ഇവരുടെ നടപ്പ് കാണാൻ, കുണുങ്ങി. ഇതിനകത്ത് പിന്നെ മീനൊന്നും ഇല്ലല്ലോ, അല്ലാതെ എന്തെങ്കിലും തീറ്റയൊക്കെ വേറെ നേരത്തെ കൊയ്ത്ത് കഴിഞ്ഞതോ അല്ലാതെ എന്തെങ്കിലും ഒക്കെ പ്രാണികളൊക്കെ കാണാം. എന്നാ സ്പീഡാന്ന് നോക്കിയേ. ഓ, ഇതിനകത്ത് പ്രാണിയും പിന്നെ നെല്ലും പിന്നെ ഞണ്ടും ഒക്കെ ഉണ്ട്. ഈ താറാവും മുട്ട എല്ലാം നമുക്കുള്ള. അതെ, ഇവിടെയുള്ള കൃഷികളിൽ 90% നമുക്കുള്ള കേരളത്തിലേക്ക് വരുന്ന. ഇപ്പം ഏത്തവാഴ വാഴക്കൊല കൊണ്ടുപോകുന്ന കണ്ടില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ. അപ്പം ഇതൊക്കെ നമ്മുടെ കുമരകത്തൊക്കെ വരും നാടൻ താറാവായിട്ട്. തമിഴ്നാട്ടിലേക്ക് ഇറങ്ങിയ ഇഷ്ടം പോലെ കാളവണ്ടികൾ ഇപ്പോഴും ഉണ്ട്. ഇതൊക്കെ കൃഷിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഉപയോഗത്തിന് ഉപയോഗിക്കുന്നതെന്നുള്ളൂ. ലോഡ് കൊണ്ടുപോകാനൊന്നും ഉപയോഗിക്കുന്നില്ല. കണ്ടോ, ഇത് കണ്ട വീഴുന്ന കലപ്പയാണ് പറയുന്നത് ചെയ്തേക്കുന്നത്.
ഇതൊക്കെ മുല്ലപ്പെരിയാറിൽ നിന്ന് വരുന്ന വെള്ളമാണ്. അവിടെ മഴയല്ലായിരുന്നു, അതുകൊണ്ടായിരിക്കും. ഈയിടെ ഇതുണ്ട്, ഭയങ്കരമായിട്ട് വെള്ളം വന്നിട്ടുണ്ട്. എന്നിട്ടിപ്പോൾ കുറഞ്ഞാന്ന് തോന്നുന്നു. അത് വഴിയൊക്കെ പോയി കിടക്കുന്ന ഈയിടെ മഴയ്ക്ക് പോയതാന്ന് പറഞ്ഞു. അങ്ങൊരു മയിലിരിപ്പുണ്ട്. മയിലൊക്കെ പിന്നെ ഇവിടെ ഇഷ്ടം പോലെ അല്ല, മയിലല്ല. ആ, മയിലല്ലത്, അത് മറ്റേ പരുന്താന്ന് തോന്നുന്നു. ആണ്ടേ ചെറുതൊക്കെ വിടർത്തിയിരിക്കുന്നു. ഈ കണ്ട ഉഴുതിട്ടേക്കുന്നോണ്ടേ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ജീവികളൊക്കെ ഉണ്ട്. പിന്നെ തീറ്റയുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. അല്ലേ, കൊക്കുണ്ട്. ഇതുണ്ട്, ഈ കാളവണ്ടിയുടെ ടയർ കണ്ടോ, ചെറിയ ടയറാ. അതും നമ്മുടെ കാളവണ്ടിയുടെ ടയറല്ല, വണ്ടിയുടെ ടയറാ. ആ കാളയുടെ കൊമ്പ് കണ്ടോ, മുട്ടാറായിട്ടിരിക്കുന്ന വളഞ്ഞ്. ഈ കമ്പവും പരിസര പ്രദേശങ്ങളിലുള്ള എല്ലാ ആൾക്കാർക്കും, മിക്കവാറും തമിഴ്നാട്ടുകാർക്ക് കേരളത്തിൽ ഏലത്തോട്ടം ഉണ്ടായിരിക്കും. ഈ കേക്കേപ്പട്ടിയിലൊക്കെ ഒരുപാട് പേർക്ക് നമ്മുടെ നാട്ടിലെ ഈ നെടുങ്കണ്ടവും തൂക്കുപാലവും വണ്ടമ്മേടും ആ ഏരിയയിലെല്ലാം ഏലത്തോട്ടങ്ങളുണ്ട്. അപ്പം നമ്മൾ കേക്കേപ്പട്ടി എത്തി. ഇതാണ് കാമയ കൗണ്ടൻപെട്ടി അല്ലെങ്കിൽ കേക്കേപ്പട്ടി. തമിഴ്നാട്ടിലെ ഓട്ടോ എല്ലാം കണ്ടോ, മഞ്ഞ പെയിൻ്റാ. ഇവിടുന്ന് നമുക്ക് റൈറ്റിലേക്ക് പോവാം. ഇവിടെയൊക്കെയോ ജീപ്പും കൊണ്ട് ഒരുപാട് ഓട്ടം വന്നിട്ടുള്ള സ്ഥലമാണ്. ഇത് കല്യാണത്തിനാന്ന് തോന്നുന്നു അല്ലേ? എന്തായാലും ഫ്ലക്സ് ആന്ന് നോക്കിയാ. പെണ്ണും ചെറുക്കനും നിപ്പുണ്ട്, അല്ലാതെ ഒത്തിരി പേരും കൂടെ ഉണ്ടല്ലോ. അതെ, ഇത് ഇവിടുത്തെ ഒരു സ്കൂളാ. മുന്തിരിത്തോട്ടം. മുന്തിരി കായ്ക്കാൻ തുടങ്ങിയതേ ഉള്ളൂ, ചെറിയ കൊലകളായിരുന്നു. ആ, ഇത് കണ്ടോ, വാഴക്കൊല ലോഡ് ചെയ്യുന്നത്. ഇത് മറ്റേ ചുവന്ന പൂവനാ കേട്ടോ, കണ്ടോ? ഇത് ചെറിയ ചുമന്ന പൂവനാ അല്ലേ, ചിലത് വലിയ കായ. ആ, അത് തന്നെയാ ഇത്. എങ്ങട്ടെ ലോഡ്? തിരുനെൽവേലി. ആ, തിരുനെൽവേലിക്ക് പോയിരുന്ന പോട്ടെ. ഓക്കെ. സുർലി ഫാൾസ് 9 കിലോമീറ്റർ. ആ ചുവന്ന പൂവനെ കേരളത്തിലേക്ക് അധികം വരാറില്ല, വലിയ ഡിമാൻഡ് ഇല്ല. പക്ഷെ തമിഴ്നാട്ടിൽ നല്ല ഡിമാൻഡ് അതിന്. നമ്മുടെ അവിടെ കൂടുതലും പാളയംകോടനും ഞാലിപ്പൂവനുമാണ്. ഞാലിപ്പൂവനാ കൂടുതലും ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത്. പാളയംകോടൻ പിന്നെ കുറെ ഉള്ള നമ്മുടെ അവിടെയൊക്കെ തന്നെ ഉള്ളതേ ഉള്ളൂ. നാരായണദേവൻ പെട്ടി. പെട്ടിന്നും പട്ടിന്നും പറയും കേട്ടോ സ്ഥലപ്പേര്. നമ്മൾ പറയുമ്പോൾ പെട്ടിന്ന് പറയും. കമ്പോ, ഈ കമ്പത്തിന്റെ ഏരിയയിലെല്ലാം മുന്തിരി കൃഷി ഒരുപാടുണ്ട്. ഇഷ്ടംപോലെ മുന്തിരി കൃഷി ഉണ്ട്. എന്നിട്ട് ഈ മുന്തിരി നമ്മുടെ കേരളത്തിൽ ഒരുവിധം ഒട്ടുമിക്ക സ്ഥലങ്ങളിലേക്കും ഇവിടുന്ന് കയറി വരുന്നുണ്ട് മുന്തിരി. ഇന്ന് തമിഴ്നാട്ടിലെ ഗ്രാമത്തിനുള്ളിലൂടെയാണ് യാത്ര. ഇവിടുത്തെ ക്ഷേത്രങ്ങളെല്ലാം കണ്ടോ, ഇഷ്ടം പോലെ ക്ഷേത്രങ്ങളുണ്ട്. പേര് കാണുള്ള വണ്ടി എൻജിൻ ഘടിപ്പിക്കുന്നേ ഉള്ളൂ. ആ, ഇത് എൻജിനൊക്കെ ഘടിപ്പിച്ച് അവർ റൈഡ് തുടങ്ങി. ഇന്ന് ഇതിലെ വന്നിട്ടേ ഒരുപാട് പേരെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ കണ്ടു. പഴയ ആൾക്കാരെയൊക്കെ കണ്ടു. എത്ര പേരെ കണ്ടു പഴയ ആൾക്കാരെ? അതെ, കുറച്ച് പേരെയൊക്കെ ഉൾപ്പെടുത്താൻ പറ്റിയുള്ളൂ. താമസിച്ചു പോയില്ലായിരുന്നു. തിരിച്ചു പോകുമ്പോ ഒരു സാധനം മേടിച്ചു തരാം, പഴയ ഓർമ്മ ഒതുക്കാനായിട്ട്. നിലക്കടല അവിടെ ഉണ്ട്. എനിക്ക് ഇപ്പൊ അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. ഒരു ശകലം കഴിക്കും. ആ, ശകലം കഴിക്കാം, അതിന് കുഴപ്പമില്ല. അത് പുഴുങ്ങിയിട്ട് ഉപ്പൊക്കെ ഇട്ട് അല്ലെ, പുഴുങ്ങിയിട്ട് കഴിക്കണം. നല്ല അത് പുഴുങ്ങാലോ, ഇതെല്ലാം സൗകര്യമുള്ളേ. ആരെങ്കിലും പുഴുങ്ങി തരുമായിരുന്നേ കഴിക്കായിരുന്നു. അത് വേണം, അമ്മ പുഴുങ്ങിക്കോളൂ. ഇവിടെ അടിപൊളിയായിട്ട് ചിക്കൻ കറി വെച്ചല്ലേ. പിന്നെ അതെ അതെ, ഒന്നും അറിയത്തില്ലെന്ന് പറയും, പക്ഷെ ഞങ്ങൾക്ക് എല്ലാം അറിയാം. അതാ എളിമ കൊണ്ട് അങ്ങനെ അങ്ങ് പറയുന്നുള്ളൂ. നല്ല വെയിലാ. ആ, അതെ, ഫാമിലി മെമ്പേഴ്സാ കേട്ടോ. കേരള വണ്ടിയാ. വലിയൊരു അമ്പലമാണല്ലോ. നിങ്ങൾ എവിടെ പോയാ? ഷുഗറിന് മരുന്ന് മേടിക്കാൻ വന്നാ? ആ, ശരി. ആയുർവേദ മരുന്നാണോ അതോ? എന്നിട്ട് ഷുഗർ കുറയുന്നുണ്ടോ? മേടിക്കാൻ വന്നാ? എവിടെതാ വീടപ്പോ? ആ, എരുമേല. അതിപ്പോ പറഞ്ഞു. ആ, ഞങ്ങളാ ചുരുളി. ആ, കമ്പത്ത്. ഇതാ, എനിക്ക് തമിഴ് വായിക്കാൻ അറിയത്തില്ല. ഇത് ആറമ്പലോ? അത് ഞാൻ വായിച്ചായിരുന്നല്ലോ. ശ്രീ കോട്ടൈ കറുപ്പസ്വാമി കോവിൽ. അവിടെ ഒരു പേരാല് നിൽക്കുന്ന കണ്ടോ? ആ, അതെ.
ഒത്തിരി വർഷം പഴക്കമുള്ള ഒരാലാണ്. പക്ഷെ അതിനോട് വേറെ എന്തോ ഒരു മരവും കൂടെ ഇടയ്ക്ക് നിൽപ്പുണ്ട്. അത് ഒരു കമ്പേ ഉള്ളെന്ന് തോന്നുന്നു, അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇതേ ഇവിടുത്തെ വൈൻ ഷാപ്പാണ് ഇത്, ടാസ്മാക്ക്. സർക്കാർ നമ്മുടെ ബീവറേജ് പോലുള്ള തമിഴ്നാട്ടിൽ ടാസ്മാക്ക് എന്ന് പറയുന്നത്. ഇത് ചുരുളിപ്പട്ടി എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടുന്ന് നമ്മളിനി കുറച്ചുകൂടെ പോകണം ചുരുളി ഫാൾസിലേക്ക്. ഇവിടെ നിറയെ കോവിലിരിക്കും. കോവിൽ എല്ലായിടത്തും ഉണ്ട്, ചെറിയ ചെറിയ കോവിലും വലുതും ഒക്കെ ആയിട്ട് ഇഷ്ടം പോലെ കോവിലുകളാണ്. ഇവിടെ ടാസ്മാക്ക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ആമാ അങ്ങേരുന്ന് ലെഫ്റ്റിലെ കൊഞ്ചം ഉള്ള പോണം, ഇங்கே വന്ന് ബോർഡ് വെച്ചിരിക്കും. ഇതെല്ലാം മുന്തിരിത്തോപ്പാ. ഇതല്ല എവിടെയൊക്കെ പയറ് കൃഷിയുണ്ട്, നല്ല തെങ്ങും തോപ്പ്. ഈ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന എല്ലാം കൊക്കോയാ. തൊണ്ട് തേങ്ങ വെച്ചിട്ട് തൊണ്ട് കൊണ്ട് പോകുന്നുണ്ടോ? അങ്ങ് കാണുന്ന മലകളൊക്കെ ഏതാ? മേഘമലയൊക്കെ ആണോ? മേഘമലയൊക്കെയാണെന്ന് തോന്നുന്നു. ഇതല്ല, ഈ ലെഫ്റ്റ് സൈഡിൽ ആ കാണുന്നതൊക്കെ മേഘമലയുടെ ഭാഗങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നത്. വേണ്ട, ഇത് നല്ല സ്പീഡിലാ പോകുന്നത് കേട്ടോ. ചേട്ടന്മാരോട് ചോദിച്ചാലോ? വേണ്ട, ചൂടാ. ഇഷ്ടം പോലെ പ്ലാവും ചക്കയുണ്ട് കേട്ടോ. അതും ഇങ്ങനെ വ്യാവസായിക അടിസ്ഥാനത്തിൽ വെച്ചേക്കുന്ന ചക്ക പ്ലാവ് ഇഷ്ടം പോലെ വെച്ച് വലിയ തോട്ടങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെയൊക്കെ കൊണ്ട് വണ്ടി ഇട്ടിട്ട് ഇവിടെ സ്റ്റേ ചെയ്യണം അല്ലേ? ഇവിടെയൊക്കെ സ്റ്റേ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് അതൊരു ശിവക്ഷേത്രമാണെന്ന് തോന്നുന്നു, വലിയൊരു ശിവലിംഗമാണ് കാണുന്നത്. അവിടെ ഒരു ക്ഷേത്രമാണ്. ബസ്സൊക്കെ കിടപ്പുണ്ട് അവിടെ. ഇവിടെ മുന്തിരിയൊക്കെ ഉണ്ട് കേട്ടോ. മുന്തിരി കട്ട് ചെയ്യാറായതെന്ന് ഉണ്ടെന്ന് തോന്നുന്നു. തെങ്ങിൻ്റെ ഇല ഉണ്ടോ അങ്ങോട്ട്? എനിക്ക് ഓലയെല്ലാം മഞ്ഞ കളറ്. ഹൈവേസ് വെൽക്കം ടു സുരുളി ഫാൾസ്. വെഹിക്കിൾ ടോൾ ബൂത്ത്. അവിടെ പൈസ കൊടുക്കണം. അവിടെ എങ്ങനെ പാർക്ക് ചെയ്യണമായിരിക്കും. അവിടെ ഒരു ബസ് വരുന്നുണ്ടല്ലോ. എൻ്റെ ഇല്ല. ഇവിടെ പാർക്കിങ്ങിന് 60 രൂപ. ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യാം, മുന്നോട്ട് പോകണ്ട. ഇത് ഇവിടെ റിവേഴ്സ് എടുക്കാം. ആ വണ്ടിയും കയറ്റി വിടും, ഇങ്ങോട്ട് ഒതുക്കി കൊടുക്കും. ആ വണ്ടി പോട്ടെ. കമ്പം പോകുന്ന വണ്ടിയാണ് കണ്ടോ, കട്ട്ചേസ് ബസ്. ഈ വേര് കിടക്കുന്നുണ്ടോ? മണ്ട നട്ടും. കട്ട് ചെയ്ത് വിടുന്ന. അപ്പോൾ ഇവിടെ പാർക്ക് ചെയ്യണം വണ്ടി. ഇവിടെ പാർക്ക് ചെയ്തിട്ട് നടന്നു പോകണം കുറച്ച്. അപ്പോൾ നമ്മളത് സുരുളി വാട്ടർഫാൾസിനടുത്ത് എത്തി, വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. അപ്പം കുഞ്ഞിക്കിളിക്ക് കുളിക്കണമെങ്കിൽ തുണിയൊന്നും എടുത്തില്ലേ? കുളിക്കുന്നില്ല. ഇല്ലേ? ബിരിയാണി കഴിക്കണ്ട പെട്ടെന്ന്. ആ സമയം പോവല്ലേ, അതുകൊണ്ടേ ഡോറൊക്കെ വേഗം നടച്ചു, അല്ലെ ചിലപ്പോൾ കുരങ്ങന്മാരും ഒന്ന് കയറും. ഇപ്പോൾ ഇവിടുന്ന് കുറച്ചങ്ങോട്ട് നടന്നിട്ട് അവിടെ ടിക്കറ്റ് കൗണ്ടർ, അവിടുന്ന് ഇവിടെ വണ്ടി ഉണ്ടെന്ന് പറഞ്ഞു. അതേപ്പോൾ 1 കിലോമീറ്റർ. ഞാൻ വെയിലുള്ളണ്ടല്ലോ, വണ്ടി തന്നെ പോയേക്കാം. എന്നാ വലിയ പേരാലെന്ന് നോക്കി. പേരാല കൂടുതലും അല്ലേ, അരയാലല്ല. എന്നാ മഷിയല്ലേ, പന്നിമഷി. ഇതുണ്ടോ മരത്തലൊക്കെ ഉണ്ടാകുന്നേ? പണ്ട് നമ്മള് സ്ലേറ്റ് തുടക്കുമായിരുന്നു. ഇവര് എന്ത് ഉപയോഗത്തിനായിരിക്കും ചോദിച്ചു നോക്കിയാ? ചോദിച്ചു നോക്കാം. അതുണ്ടോ അങ്ങോട്ട് നോക്കിയാ കെട്ടി തൂക്കിട്ടേക്കുന്നുണ്ടോ? ഇത് നല്ല വലുതല്ലേ. എനർജി ഡ്രിങ്ക് ആന്നാ പറഞ്ഞ കേട്ടോ. സൂപ്പ് ഇട്ട് കുടിക്കുമെന്ന് ഇവിടെ ഉണ്ടെന്നാ പറഞ്ഞ. വേണോന്ന് ചോദിച്ചേ? സൂപ്പ് വേണോ? കൈകാല് വേദനയ്ക്കൊക്കെ ജോയിന്റ് വേദനയ്ക്കൊക്കെ നല്ലതാണ്. അതെ, സൂപ്പാ. അവിടെ വെള്ളമൊക്കെ വളരെ കുറവാന്ന് തോന്നുന്നു. ഇതാ സുരുളി അരുവി വഴി വരുന്നത്. കുറച്ച് വെള്ളമേ ഉള്ളൂ. സുരുളി നദിയാണോ ഇത്? നമ്മുടെ അവിടെയുള്ള വാട്ടർഫാളൊക്കെ വെച്ച് നോക്കുമ്പോഴേ ഇതൊക്കെ ചെറുത്. പിന്നെ നമ്മുടെ അവിടെ ആതിരപ്പള്ളിയൊക്കെ കിടക്കല്ലേ, എന്നെ അടിപൊളി വാട്ടർഫാൾസാ. അങ്ങനല്ല, നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ കാണേണ്ട കാഴ്ചകൾ കാണുക. അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ വന്നേ. ഇതുവഴിയേ പല പ്രാവശ്യം പോയിട്ടുണ്ടല്ലോ. ഈ വാട്ടർഫാൾസിനെ കുറിച്ച് കേട്ടിട്ടേ ഉള്ളായിരുന്നു, കണ്ടിട്ടില്ലായിരുന്നു. ഇവിടെ അയ്യപ്പ സീസൺ ആയതുകൊണ്ടേ അയ്യപ്പന്മാരുണ്ട് ഇഷ്ടംപോലെ. ഈ തീർത്ഥാടനം കഴിഞ്ഞ് വരുന്ന വഴിക്കുള്ള സ്ഥലങ്ങളെല്ലാം സന്ദർശിച്ചാണ് ഇവർ വരുന്നത് ശബരിമലയ്ക്ക്. വണ്ടി ഇവിടെ കൊണ്ടിടായിരുന്നു കേട്ടോ. അവിടെ എത്ര വിഷമിച്ച് പാർക്ക് ചെയ്യണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ടിക്കറ്റ് എടുക്കണം, എൻട്രി ഫീ ഉണ്ട്. കരിക്കൊക്കെ ഇഷ്ടം പോലെ, ചെന്തെങ്ങോ കരിക്ക് വേണമെന്ന്. മാങ്ങ, ചൂട് വട വേണോ? പോയിട്ട് വരാം, തിരിച്ചു വരാം. എനിക്ക് ചക്ക ഒരെണ്ണം മേടിച്ച വണ്ടിക്കകത്ത് വെച്ചേരെ. അതായത് ചക്കപ്പഴം ഉണ്ട്. അപ്പോൾ പോയിട്ട് വരാം. ചുരുളി അരുവിലേക്കുള്ള എൻട്രൻസ് 8 മണി മുതൽ 4 മണി വരെ ഉള്ളൂ. ഇതുകൊണ്ട് ഒരു മരം കണ്ടോ? എൻ്റെ ചൂട് കണ്ടോ? എന്നെ വണ്ണം. അല്ല, മുകളിലേക്ക് നോക്കി.
ചേന പോലെ ഉണ്ട് ചോട്. ഇത് കുറച്ച് നടക്കാനുണ്ട്, 1 കിലോമീറ്റർ നടക്കാനുണ്ട് കേട്ടോ. പോണോ കുഞ്ഞിക്കിളി? ഇതിനകത്ത് വണ്ടി ഉണ്ടെന്ന് ഇവർ പറഞ്ഞായിരുന്നു. വണ്ടി കിട്ടുമോന്ന് ചോദിച്ചേ. ചോദിക്കാം. സമയം പോകും, അതുകൊണ്ടാണ് നടക്കുന്ന ബുദ്ധിമുട്ടായിട്ടല്ല. ഉച്ച സമയവും. അപ്പോൾ ഇവിടെ ടിക്കറ്റ് എടുക്കണം. കുട്ടികൾക്ക് 20 രൂപയും മുതിർന്നവർക്ക് 30 രൂപയും. പിന്നെ ക്യാഷ് തന്നെ വേണം, ഗൂഗിൾ പേ ഒന്നും പറ്റില്ല. ഇവിടുന്ന് വണ്ടിയൊന്നും ഇല്ല, വണ്ടിയില്ല, നടക്കണം, 1 കിലോമീറ്റർ നടക്കണം. അതെ. വെൽക്കം ടു സുരുളി ഫാൾസ്, നിയർ ബൈ ടൂറിസ്റ്റ് സ്പോട്ട്സ്. ചിന്ന സുരുളി ഫാൾസ്, വരസ്നാട്, അത് വേറെ കേട്ടോ, 69 കിലോമീറ്റർ ഉണ്ട്. മേഘമല 77, വെള്ളിമല 91, മംഗളാദേവി കണ്ണകി ടെമ്പിൾ ഇടുക്കി കേരള, അതൊക്കെ നമ്മുടെ ഇവിടെ ഉള്ള തേക്കടിയിൽ നിന്ന് കയറി പോകുന്നത്. നമ്മുടെ ഈ ഫോറസ്റ്റിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറിയിടം എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. പക്ഷേ വെളിയിലെല്ലാം വേസ്റ്റും എല്ലാം അവിടെ എല്ലാം ഇട്ട് ഒരു പരിപാടി ഇറങ്ങുന്നത്. ഇവിടെ കണ്ടോ എന്നാ നീറ്റാന്ന്. അമ്മ പറഞ്ഞോ അവിടെ ഓട്ടോ അല്ലേ കിടക്കുന്നത്, ഓട്ടോ വിളിച്ചോണ്ടെങ്കിൽ വന്നാൽ പോരായിരുന്നു. ഓട്ടോ വിളിച്ചോണ്ട് വന്നാൽ മതി, ഇതിനകത്ത് കയറ്റി വിടുകയല്ല. ഇതിലേ നടക്കുന്ന നല്ലൊരു സുഖമാണ്, മരങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് തണലൊക്കെ ഉണ്ട്. ഇത് നിറയെ പുളിമരങ്ങൾ നോക്കി, എന്നാ വലിയ പുളിയാന്ന് നോക്കി. ഈ സുരുളി ഫാൾസിൽ ഒത്തിരി വർഷം മുന്നേ ഞാൻ വന്നിട്ടുണ്ട്. അന്ന് ഇതുപോലൊന്നുമില്ല, ഇതിലേക്ക് വണ്ടി കയറി പോയായിരുന്നു. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് വരെ ജീപ്പും കൊണ്ട് പോയായിരുന്നു. ആൾക്കാർ ഒത്തിരി വരുന്നുണ്ടല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഇതൊരു നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കിയില്ലേ, അതുകൊണ്ടാണ് അവിടെ ബ്ലോക്ക് ചെയ്തിട്ട് ഇങ്ങനെ നടന്നു പോകേണ്ടി വരുന്നത്. ഇതുണ്ടോ ഇങ്ങോട്ട് നോക്കി, ഇവിടെ വെള്ളപ്പൊക്കമായിരുന്നു തോന്നുന്നു. അങ്ങോട്ട് നോക്കി, വെള്ളം വന്നാൽ കണ്ടോ. നിങ്ങളെ ഇത് വനമാണ് കേട്ടോ, നമ്മളിപ്പം വനത്തിൽ കൂടെയാണ് പോകുന്നത്. ഇത് തേക്കടി വനമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വനമായത്. പെരിയാർ ടൈഗർ റിസർവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വനം തന്നെയാണ്. ആ കമ്പേ കൂടെ മരത്തടിയെ കൂടെ കയറി നടക്കണം. എന്തിനാ? ചുമ്മാ രസത്തിന്. ഞാൻ നടക്കാറുണ്ട്. ഉണ്ട്, അതുകൊണ്ട് എന്തോ മരമാണെന്ന് നോക്കി. ഇത് മഴയും കാറ്റിലുവേ മറിഞ്ഞു വീണ മരമായതുണ്ടല്ലേ. അതെ, വലിയ മരമാണ്, പക്ഷെ അതിൻ്റെ ചോടുണ്ടോ ഭൂമിക്കടിയിലോട്ട് അധികം ഇല്ല. അതെ, ഉണങ്ങിപ്പോയതായിരിക്കും. അതാ ഉണങ്ങിയിട്ട് വേരെല്ലാം ഒടിഞ്ഞു പോയതാണ്. ഇവിടെ എല്ലാം വെള്ളം കയറി ഒഴുകിയതാണ്. ഇതിലെല്ലാം ഇങ്ങോട്ട് കയറിയപ്പോൾ നല്ല തണുപ്പല്ലേ. നല്ല വെള്ളപ്പൊക്കമായിരുന്നു തോന്നുന്നു കേട്ടോ. അതെ അതെ, ഇതിലെല്ലാം വെള്ളം കയറി ഒഴുകിയതാണ്. ഇവിടെ ടോയ്ലറ്റൊക്കെ ഉണ്ട്. കൂട്ടായിട്ടേക്കാണോ? അത് ആരും കാണുന്നില്ല ഇവിടെ. ആരും കാണുന്നില്ല, ടൂറിസ്റ്റുകൾ കുറവാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് അല്ല പൂട്ടിട്ടില്ല. ഒരു സൈഡ് ലോക്ക് ചെയ്തിട്ടുള്ളൂ, ഒരു സൈഡ് തുറന്നിട്ടുണ്ട്. വെള്ളം വന്ന് ഇവിടെ കയറി ഇതെൻ്റെ ആ കൈവരിയൊക്കെ അതേ പറഞ്ഞു കിടക്കുന്നു. എൻ്റെ അയ്യപ്പന്മാരൊക്കെ ശബരിമലയ്ക്ക് പോകുന്നവരാ. ചുരുളി തീർത്ഥത്തിൽ കുളിച്ചിട്ട് പോവാം. അവിടെ ഒരു അമ്പലം ഉണ്ടെന്ന് തോന്നുന്നല്ലേ? അമ്പലം ഉണ്ടെന്ന്. നമ്മുടെ കേരളത്തിൽ ഇതുപോലെ ഡ്രൈവർ നേടി ഇനി ഉണ്ടല്ലോ ഒരാള്. അത് മോള് മോളുണ്ട് ഇടയ്ക്ക് വരുന്ന കൂടെ. അതന്നെ ഞാൻ അനിയത്തി വരുന്നു. ഇതാ മോള്. ശരിക്കും നിങ്ങളെ ആണോ സ്വന്തം പുത്തറ്റ്? ആ അതെ, സ്വന്തമാണ്. ആ അതെ, ഞങ്ങളുടെ ഏറ്റുമാനൂര്. അമ്മയാ? എവിടെ നിങ്ങൾ? കമ്പമട്ടോ? കമ്പമട്ടാണ്. ആ ശരി. പേര്? ബിനോയ്. അതെ, നമ്മൾ സ്ഥലത്തെത്തി. അതെ, വെള്ളം ഒഴുകുന്ന സൗണ്ട് കേട്ടില്ലേ? ആ, നിങ്ങൾ ആണ്ട് ഒരാളിരിക്കുന്നത് അവിടെ. അത് ഞങ്ങളുടെ പുറകെ ഉണ്ട്, കുറച്ച് നേരമായി ഇങ്ങനെ സൗണ്ട് കേട്ടപ്പോൾ ഓർത്തേ അടുത്ത് തന്നെയാണ്, കാണുന്നില്ലല്ലോ. അല്ല, അതിലെ ഇച്ചിരൂടെ കയറി പോകാം, കുറച്ചേ ഉള്ളൂ, അടുത്ത് തന്നെയാണ്. എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് തോർത്തുക. ഞങ്ങൾ ലേഡീസിനെക്കാട്ടും കൂടിയുണ്ടല്ലോ അവർക്ക് അങ്ങോട്ട്. ആ അതാണ്. അപ്പോൾ ഇതേ കുറച്ച് ഇവിടുന്ന് കുറച്ച് മുകളിലേക്ക് കയറി പോകണം. അല്ലേ കാണുന്നു? അതെ, അതാ കാണുന്ന കുഞ്ഞിക്കളെ ചാടിച്ചാലോ. നല്ല തണുത്ത വെള്ളമാണ്. നല്ല തണുത്ത വെള്ളമാണ്. എന്നാ കുളിക്കാൻ നല്ല സൗകര്യം കേട്ടോ. കുളിക്കാൻ സൗകര്യമുണ്ട്. അതുണ്ടോ കോൺക്രീറ്റ് ചെയ്ത് നല്ലപോലെ ഒരു തട്ടായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. രണ്ട് തട്ടം. നാട്ടുകോഴി ബിരിയാണി. ഇവിടെ വെള്ളച്ചാട്ടം കണ്ടോണ്ട് നാട്ടുകോഴി ബിരിയാണി തീർന്നു പോകുന്നു. അതെ, അതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇപ്പം ചാടിയാനേ. കുളിക്കാൻ പറ്റിയില്ലെങ്കിലും കാലെങ്കിലും നനച്ചേക്കാം. നല്ല വെള്ളം ഇങ്ങോട്ട് തെറിക്കുന്നുണ്ട്. നല്ല മുകളിലേക്ക് നോക്കി എന്നാ മലയാന്ന് നോക്കിയേ. അതെ, ഈ വെള്ളം മേഘമലക്കുന്നുകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ്. ഇതിന്റെ മുകളിൽ മേഘമലയാ പറഞ്ഞാല്, ഈ മലയുടെ മുകളിൽ ഇതുണ്ടോ എന്നാ വലിയ പാറക്കല്ലുകൾ ഇറക്കുന്നത് നോക്കിയേ. മേഘമലയിലെ ചുരുളി നദിയിൽ കൂടി ഒഴുകി വരുന്ന വെള്ളമാണ്. ചുരുളി നദിയായത് ചുരുളി തീർത്ഥമെന്നും പറയും. നിങ്ങളെ അതുണ്ടോ കുഞ്ഞുവാക കിടക്കുന്നുണ്ടോ? തള്ളി പിടിച്ച് കിടക്കുക. അച്ഛമ്മയോ വാട്ടർഫോൾസിന് അടുത്ത് വരെ വന്നില്ല, കുറച്ച് സ്റ്റെപ്പിന്റെ താഴെ നിന്ന് കണ്ടിട്ട് പോകുന്നു. അതെ, ഇതല്ലേ ഉള്ളു കാണാൻ.
അതുകൊണ്ടാ നീ അവിടെ വന്നാൽ സാധനം കുളിക്കുമല്ലേ, ആ അതാ പിന്നെ ഞാൻ അവിടെ നിന്നത്. അല്ല ആ വണ്ടിയിലിരുന്നാലും മതിയായിരുന്നു. വെള്ളച്ചാട്ടമൊക്കെ എന്നാ കാണാനാ? ചെറിയ വെള്ളച്ചാട്ടം അത്രേ ഉള്ളൂ, ചെറിയ വെള്ളച്ചാട്ടമല്ലേ ഉള്ളൂ. എന്നാലും ഇതിനകത്തോട് നടന്നു വരുന്ന ഒരു രസമല്ലേ. ഈ വനങ്ങളെല്ലാം കാണാൻ നല്ലതല്ലേ. ആ എന്നാ പിന്നെ കുഴപ്പമില്ല, ഞാൻ വെറുതെ പറഞ്ഞതാ. അതെ, വെറുതെ പറഞ്ഞ അച്ഛമ്മയ്ക്ക് ഒരു എക്സർസൈസും ആയി. അതെ, പണ്ട് ഇവിടെ വരെ വണ്ടി വരുമായിരുന്നു. ഞാൻ ജീപ്പും കൊണ്ട് വന്നിട്ടുണ്ട്, ഒത്തിരി വർഷം മുന്നേ കേട്ടോ, ഒരു 10-25 വർഷം മുന്നിലെങ്കിലും ആയിരിക്കും. അപ്പം ഇപ്പോഴാണ് പിന്നെ അവിടുന്ന് ബ്ലോക്ക് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഒന്നുമല്ല, കുറേ കാലം ആയി കാണും. ഈ വനം കണ്ടാൽ ശരിക്കും നമ്മുടെ കേരളത്തിലെ വനം പോലെ തന്നെയല്ലേ. അതായത് അതാ ഞാൻ പറഞ്ഞത്, തേക്കടി വനത്തിൻ്റെ ഭാഗമാണ്. വലിയ മരങ്ങളൊക്കെയാണ്. ഈ മരത്തിൻ്റെ ചൂട് കണ്ടോ? ഈ മരം ഉണ്ടല്ലോ, ഇതുപോലത്തെ മരങ്ങൾ ശബരിമല വനത്തിലുണ്ട്. പണ്ട് ഞങ്ങൾ നടന്നു പോയില്ലേ, ആ സമയത്ത് ഇങ്ങനൊന്നുമല്ല, ഇതിൽ ഭയങ്കര മരമാണ്. ഇങ്ങനെ ഇതിന്റെ ചോട് ഇങ്ങനെ നിൽക്കും. ശബരിമല വനത്തിലെ മരങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ 4 ഇരട്ടിയുള്ള സൈസ് ഉണ്ട്. ഇങ്ങനെയൊന്നും ഒരു 10 പേര് ഇവിടെ ഒന്നും കാണത്തില്ല അപ്പുറത്തൊന്നും നോക്കിയാൽ. അപ്പോഴേ എഞ്ചിൻ മണി കഴിഞ്ഞിട്ട് ടെസ്റ്റ് ഡ്രൈവ് ആയിരുന്നു ഇന്നലെ. നമ്മൾ മറ്റേ ഹിൽ ടോപ്പിലേക്ക്, ഹിൽ വ്യൂ പാർക്ക്, ഹിൽ വ്യൂ പാർക്കിലേക്ക് കുറച്ച് കയറ്റം നടന്ന് കയറി. അപ്പോൾ അത് കഴിഞ്ഞ് ഇതിപ്പം ലെവൽ റോഡാണ്, ലെവൽ കൂടെ ഓടിയത്. ഇത് കുഴപ്പമില്ലായിരുന്നു. അവിടെ ഇച്ചിരി കയറ്റമായിരുന്നു, പക്ഷെ കുഴപ്പമൊന്നുമില്ല, വലിയ കുറവൊന്നുമില്ല. ഓക്കെയാ, അതെ അതെ, അത് കേട്ടാ മതി. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു തീർത്ഥമായിട്ടാണ് ഈ സുരുളി ഫാൾസ് അറിയപ്പെടുന്നത്. അതാണ് സുരുളി തീർത്ഥം എന്ന് പറയുന്നത്. ഭൂതനാരായണ സ്വാമി ടെമ്പിൾ, തേനി ഡിസ്ട്രിക്റ്റിലാണിത്. ചക്കപ്പഴേ നല്ല മധുരമുള്ളതാണോ നോക്കട്ടെ. നോക്ക്, ഉണ്ട്. ഇത്ര മധുരമില്ല. എന്നാ ശാലം മേടിച്ചോ, കുറച്ച് മേടിക്കാം. അതെ, തൂക്കമല്ല, 5 ചുളക്ക് 20 രൂപയാണ്. അപ്പോൾ ചുമ്മാ നമുക്കൊന്ന് സാമ്പിൾ നോക്കാം. അപ്പോൾ ഇനി നമുക്ക് കുഞ്ഞിക്കിളിക്ക് നാട്ടുകോഴി ബിരിയാണി മേടിച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്ക് മേഘമലയിലോട്ടുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം.